നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുറുമ്പുകൾ കാണിക്കാനായിട്ട് വലിയ ഉത്സാഹമാണല്ലോ. അപ്പൊ ഈ കുറുമ്പുകൾ കൊണ്ട് ഗോപികമാരൊക്കെ ഇങ്ങനെ പൊറുതി മുട്ടിയിട്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഉണ്ണീനെ ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി എന്നായി എല്ലാവർക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ പല പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗോപിക തീരുമാനിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പെട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ണനായിട്ട് പൂട്ടാനായിട്ടേ. അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിലും പതിവ് പോലെ നേരം വെളിച്ചാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുക. അപ്പൊ ഈ ഗോപികയുടെ ഗൃഹത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഈ അടുക്കളയുടെ ജനലുണ്ടല്ലോ, ആ അഴികൾക്കുള്ളിലൂടെ ഉറിയിലെ വെണ്ണ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. വെണ്ണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ലല്ലോ, വേഗം കയറി അടുക്കളയിലേക്ക്. അത് കാത്തിരിക്കുന്ന പോലെ തന്നെ ഈ ഗോപിക ചെന്നങ്ങട പിടിച്ചു, പെട്ടിയിലിട്ട് അങ്ങട പൂട്ടി. നമ്മുടെ ഉണ്ണിക്ക് അറിയാം ഈ ഗോപിക എന്തിനാണ് പെട്ടി വാങ്ങി വെച്ചിരിക്കുന്നത്, തന്നെ ഇട്ട് പൂട്ടാനാണെന്നൊക്കെ അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും നമ്മുടെ ഭഗവാൻ ഇങ്ങനെ നിന്നു കൊടുക്കും ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് തൻ്റെ ബാലലീലകൾ കൊണ്ടേ. അങ്ങനെ ഈ ഗോപിക ഉണ്ണീനെ പെട്ടിയിലിട്ട് പൂട്ടി ആ താക്കോലും കയ്യിൽ പിടിച്ച് ഈ പെട്ടി ഇങ്ങനെ തലയിൽ വെച്ചിട്ട് നടന്നു വരികയാണ് യശോദാമ്മയുടെ ഗൃഹത്തിലേക്ക്. അപ്പൊ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ട് തലമുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ പോകുന്ന വഴിയിൽ ഓരോ ഗോപികമാര് ചോദിക്കുന്നുണ്ട്, ഇതെന്താ വല്ല കൃഷ്ണാടങ്ങളി ഉണ്ടോ, കഥകളി ഉണ്ടോ പെട്ടിയൊക്കെ ആയിട്ട് പോകാനെന്ന്. അപ്പൊ പറഞ്ഞു, ഞാനേ കണ്ണനെ ഇതിലിട്ടിട്ട് പൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വഴിയിൽ ഓരോരുത്തരോട് പറഞ്ഞു വരിക. അങ്ങനെ യശോദാമ്മയുടെ ഗൃഹത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ എല്ലാ ഗോപികമാരും ഈ ഗോപികയുടെ പുറകിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ, കണ്ണനെ പെട്ടിയിലടച്ചത് കാണാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഈ പെട്ടി കൊണ്ടുവന്നിട്ട് യശോദാമ്മയുടെ മുൻപിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പോഴുണ്ടോ നമ്മുടെ ആള് യശോദാമ്മയുടെ പുറകിൽ നിൽക്കണു. കണ്ണനെ അങ്ങനെ ഈ ഗോപിക ഞെട്ടിട്ടോ, അല്ല ഇവനല്ലേ ഞാനിപ്പോ പെട്ടിയിലടച്ചു കൂട്ടി, പിന്നെ എങ്ങനെയാ ഇവ ഇവിടെ എത്തി, ഇതെന്താ രണ്ടെണ്ണം ഉണ്ടോ ഇവൻ ചോദിച്ചു. അങ്ങനെ ഗോപികമാര് ചോദിച്ചു, അല്ല നീ ശരിക്കും ഇവനെ തന്നെയാണോ പൂട്ടിയത് എന്ന് ചോദിച്ചു. ആ ഇവനെ തന്നെയാ പൂട്ടി, കണ്ടില്ലേ എൻ്റെ കയ്യിൽ താക്കോല്, എന്നിട്ട് ഞാൻ ഈ പെട്ടി കാവടിയാടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വേഗം തുറക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ ഇവനെ ചോദിച്ചു. അപ്പൊ ഈ നിൽക്കണതോ, അതൊന്നും അറിയില്ല, വേഗം തുറക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടി തുറന്നു നോക്കിയപ്പോ അതിലുണ്ടോ ഈ ഗോപികയുടെ കുട്ടി ഇരിക്കണു. അതായത് കണ്ണനെയാണ് പൂട്ടിയതേ, തുറന്നു നോക്കിയപ്പോ ഗോപികയുടെ കുട്ടി. അങ്ങനെ ബാക്കിയുള്ള ഗോപികമാരൊക്കെ പറയണേ, എൻ്റെ ഗോപി നിന്റെ കുട്ടി കുറച്ച് വെണ്ണയും പാലൊക്കെ എടുത്ത് കഴിച്ചതിനെ അതൊക്കെ ഇവിടെ വന്ന് പറയാണ്ടോടി, അതും പെട്ടിയിലടച്ചിട്ട് കൊണ്ടുവന്നിരിക്കണു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഈ ഗോപിക കൂടുതൽ വിയർക്കാൻ തുടങ്ങി. കാരണം കണ്ണനെയാണ് പെട്ടിയിലടച്ചതേ, ഇവിടെ വന്ന് നോക്കുമ്പോൾ തൻ്റെ കുട്ടീനെ കാണണേ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒന്നും അറിയാത്തവനെ പോലെ എല്ലാ ലീലാവിലാസങ്ങളും ചെയ്തിട്ട് യശോദാമ്മയുടെ പുറകിൽ നിന്ന് പുഞ്ചിരിക്കുക നമ്മുടെ ഉണ്ണിക്കണ്ണൻ.